ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ സ്വർണ്ണ ഗൈസ് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പോലീസൊക്കെ പിടിച്ചിരുന്നു ഗൈസ്. ഇത് ചെയ്യാനാ ഗൈസ് എല്ലാം കൊണ്ട് കുളഞ്ഞു ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മളെ ഫ്രണ്ട് ഇവിടെ നിന്ന് ബാക്കിലൊരു വണ്ടി ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും അത് രക്ഷപ്പെടാം. അതിൻ്റെ നിഴലാണിത് ഗൈസ്, അതിൻ്റെ നിഴലാണിത്. നമ്മളെ KTM ആണെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും ഗൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഗൈസ്. നമുക്ക് ഇപ്പോൾ രക്ഷപ്പെടണ്ട ഗൈസ്, നമുക്ക് എന്തായാലും രാത്രിയിൽ രക്ഷപ്പെടാം ഗൈസ്. നമുക്ക് രാത്രി രക്ഷപ്പെടണം ഗൈസ്. എന്നിട്ട് നമ്മളെ കൂട്ടുകാരൻ്റെ വീടുണ്ട് ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോകാം. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വന്നാൽ ചിലപ്പോൾ നമ്മളെ യാക്കിതെന്തോ വട രക്ഷപ്പെടാം. പോടാ അവിടുന്ന്, ഞാൻ എത്ര രക്ഷപ്പെടുക ജയിലിൽ കുടുങ്ങിയതോ. പോടാ നീ വീട്ടിൽ രക്ഷപ്പെടാം, അപ്പം അറിയാം. അവനൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്തായാലും ആട്ടെ ഗൈസ്. എന്തായാലും ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാം ഗൈസ്. ഗൈസ് നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് പോവാം. പോള പോലീസ് വരുമെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. നമ്മളെ വണ്ടി ഗൈസ്, പോലീസ്. അയ്യോ ഇവിടെ മാറാ എൻ്റെ ഗൈസ്, പോലീസ്. ഓ അതെങ്ങനെ അവർ കണ്ടു? നമ്മൾ വരുന്നുണ്ടെന്ന് അവർക്ക് നേരത്തെ അറിയാമെന്നാ തോന്നുന്നേ. അയ്യോ നമ്മ പട്ട് അളിയ. ഇവിടെ ഒന്നും ഒരു വണ്ടി പോലും ഇല്ല, നമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ. എൻ്റെ പുറകെ ഉണ്ടോ ഗേസ്? എല്ലാവരും എൻ്റെ പുറകെ തന്നെ ഉണ്ട്. നമുക്കെന്തായാലും പെട്ടെന്ന് രക്ഷപ്പെടണം ഗേസ്. ഞാനവിടെ പറത്തിവിടുന്നു എൻ്റെ പൊന്നെ ജസ്റ്റ് മിസ്. നമ്മളെ കൂട്ടുകാരെ KTM ഉണ്ടെന്ന് നമ്മളെ ഭാഗ്യം. എന്തായാലും നമ്മളെ കഴിഞ്ഞ അത് നമ്മളെ ഫ്രണ്ട് നമ്മളെ ചതിച്ചു കേസ്. എന്തായാലും എന്നെ വേറെ ഫ്രണ്ടാണ് തന്നെയാണ് എന്നെ രക്ഷിച്ചത്. അവൻ വേറെ കാർ മോഷ്ടിച്ചുകൊണ്ടാണ് കേസ്. എന്നിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ട് വെക്കുകയും ചെയ്തു. എൻ്റെ വിളിച്ചു പറഞ്ഞു, എടാ ആ കാർ നീ എടുത്തോടാ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്ത് ദുഷ്ടനാണ് ഗായ്സ്. നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അവനെ ഞാൻ കൊല്ലും. ഞാൻ പറയുന്നല്ലോ. അയ്യോ ഇതെല്ലാം എൻ്റെ പുറകെ തന്നെ ഉണ്ടോ? എടാ റോട്ടിൽ കുറേ ആളുണ്ടല്ലോ, നമുക്ക് കാട് വഴി രക്ഷപ്പെട്ടാലോ? ഓക്കെ സ്റ്റാർ പോയി. യെസ് ഗൈസ്, സ്റ്റാർ പോയി. നമ്മൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു ഗൈസ്. യഹൂ. ഇനി നമുക്ക് എന്തായാലും കൂട്ടുകാരൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി ഗൈസ്. ഇവനവിടെ ഉണ്ടോ അല്ലോ? ഇല്ലെങ്കിലും നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. നമുക്കെന്തായാലും വീട്ടിൽ പോവാം ഗൈസ്. ഹലോ ഫ്രണ്ട്സ്, ഹലോ. എടാ ഇല്ല സാധനം കാണാനില്ല. വേണ്ട എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടാവില്ല, ഗൾഫിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും ഗൈസ് ചിലപ്പോൾ. ഇതായാലും നല്ലൊരു സർപ്രൈസാണ് ഗൈസ്. അപ്പം നമുക്കെന്തായാലും ഇനി രാവിലെ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ കേസ് നമ്മളെന്തായാലും ഡ്രസ്സും എല്ലാം മാറ്റി വെച്ചിട്ട് അപ്പോൾ ഹലോടാ. ഓക്കെ ഞാൻ സെറ്റാക്കാം ഗേസ്. അപ്പം നമ്മളോട് പറഞ്ഞത് ഗേസ് കുറച്ചും കൂടി റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവൻ പറഞ്ഞു നീ ഒന്ന് 800 എന്നുള്ളൊരു നമ്പറിൽ പോയിട്ടൊരു അപ്പോൾ ഒരു നല്ല വണ്ടി കിട്ടുമെന്ന് പറഞ്ഞേ. നമുക്ക് എന്തായാലും എടുക്കാം ഗേസ്. 800 അടിച്ചു നോക്കാം. ഓ ഗേസ് നമുക്ക് പോയിട്ടിട്ട് അവൻ തന്നൊരു മിഷ്യനാണ്. ഈ വണ്ടി പോയാലും അവന് കുഴപ്പമില്ല. അവൻ്റെ വണ്ടി അവനെ ഹെലികോപ്റ്റർ എങ്ങാനാട്ടോ ഇറക്കാൻ തോന്നുന്നു, അറിയില്ല. നമ്മളെ മിഷ്യൻ എന്ന് പറയുമ്പോൾ ഗൈസ് നമ്മൾ
നമ്മളെ നാട്ടിലില്ലേ 3 ആളെ നമ്മൾ കൊല്ലണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 കോടി രൂപ കിട്ടുമെന്നാണ് പറയുന്നത്. കിട്ടിയ കേസ് പൊളിക്കും. എന്തായാലും പെട്ടെന്നായിട്ട് 1 കോടി രൂപ എടുക്കാം. 1 crore. അയ്യാ, ഫസ്റ്റ് അവൻ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരാൾക്കുള്ളതെന്ന് പറഞ്ഞു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്തോ? ഉണ്ടോ? ആരും കാണാനില്ലല്ലോ. പിന്നെ അവൻ ആരോ കൊല്ലാൻ പറഞ്ഞു. സാല കേസ് റോഡിൽ കിടന്ന് ഇതാ ഇയാൾ എയർപോർട്ടിൻ്റെ അടുത്ത്. ഇയാളും അവനുമായിട്ട് എന്തോ ശത്രുതയുണ്ട്. 3 ആളെ കൊല്ലണം. അപ്പോൾ ഒരാളെ കൊന്നിട്ട് നമുക്ക് രക്ഷപ്പെടാം ഗൈസ്. അതാ പിന്നെയും നല്ല കാര്യം. ധാരാളം കൂടി. കേസ് 3 ആൾക്കുണ്ട്. 2 ആണും 1 പെണ്ണും ആണ്. നമുക്കെന്തായാലും രക്ഷപ്പെടാം കേസ്. ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അരികിലാണല്ലോ. ആരുമില്ല. അപ്പം എനിക്ക് പോലീസുണ്ട്. പോലീസ് എൻ്റെ അമ്മേ. പോലീസ് വട്ടങ്ങളായത്. രണ്ടാമത്തെ രക്ഷപ്പെടലാണ് കേസ് പോലീസിൻ്റെ കയ്യിൽ നിന്ന്. ഈശ്വരാ, എടത്താ പോടാടുന്ന്. വണ്ടി പോവാതെ കൊണ്ടുപോയാൽ നമുക്ക് നല്ലത്. എന്തായാലും വണ്ടി നമുക്ക് കുഴപ്പമില്ല. നമുക്ക് വണ്ടി റിപ്പയർ ചെയ്യാം. അയ്യോ, നമുക്കെന്തായാലും മലമുകളിലേക്ക് പോകാം ഗൈസ്. അവിടെയൊക്കെ ചിലപ്പോൾ സോംബീസ് വരാൻ ചാൻസ് കുറവാണ്. ഇതല്ലേ ഏത് റോഡോ എന്തോ. ഞാൻ എന്തായാലും കയറ്റി വിടുന്നുണ്ട് ഗൈസ്. പോലീസാണെങ്കിൽ എന്നെ പിന്തുടർന്നിരുന്നു. പോലീസിന് കുറെ പണി നോക്കി പോയി കൂടെ. ഗൈസ്, വേഗം നമുക്ക് അതേ കോഡ് തന്നെ വിളിക്കാം കേസ്. അതേ വണ്ടി നമുക്ക് കിട്ടില്ല. നല്ല പുതിയ വണ്ടി. പെട്ടെന്ന് രക്ഷപ്പെടണം. വീഡിയോ കാണുന്നവരെല്ലാവരും ഇപ്പൊ തന്നെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നിങ്ങൾക്ക് 22 സബ്സ്ക്രൈബേഴ്സ് ഇല്ല കേസ്. നിങ്ങളൊന്ന് ഒരു 1K എങ്കിലും ആക്കിത്താ കേസ്. ടാർഗറ്റ് 1K അല്ല, 100K ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും 100 സബ്സ്ക്രൈബേഴ്സ് ആണ് എൻ്റെ ഒരു ടാർഗറ്റ്. ഈശ്വരാ, ഡോറും പോയി ജനലും പൊട്ടി എല്ലാം പൊട്ടി. കൈ കൊടുക്കേണ്ട ആവശ്യമുള്ളല്ലോ. അവനെ വിളിക്കാനാണെങ്കിൽ ഒരു ടൈം പോലും ഇല്ല. ഈശ്വരാ, എൻ്റെ മോനെ വണ്ടി പറക്കുമോ? തീർന്നു. ഒന്നും കൂടി നമുക്ക് അതേ 800 വിളിച്ചേക്കാം. ഇത് എത്ര വണ്ടി വരുന്നേ? പോലീസിനെ കാണാനില്ല. നമ്മളെ സിറ്റി അതാ. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇവിടെ